ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. വെൽക്കം ബാക്ക് ടു മൈ ജി ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് സീസൺ 2. അപ്പോൾ അടുത്തതായിട്ട് മേഘം എന്ന സിനിമയിലെ ശ്രീനിവാസൻ ചേട്ടൻ്റെ ഒരു കിടിലൻ സീൻ അത് അഭിനയിച്ച് ഫലിപ്പിക്കാനായിട്ട് നമ്മളുടെ നടന്മാർ എത്തുകയാണ്. അപ്പോൾ നമുക്ക് വെടിച്ചില് സാധനം പറയൂലേ, ഡെയിലി പഠിച്ചാ റെഡിയാണല്ലോ? ഫുൾ പവർ അല്ലേ? 3, 2, 1 ആക്ഷൻ. അവിടെ നോക്കി. എന്തിനാടാ കൂവി വിളിക്കുന്നത്? നിന്റെ ഒക്കെ ആരെങ്കിലും ചത്തോ? ഇങ്ങനെ പറഞ്ഞാൽ ഫ്രണ്ട് റോ ഇരിക്കണവർ പോലും കേൾക്കൂല. എന്തിനാടാ കൂവി വിളിക്കുന്നത്? നിന്റെ ഒക്കെ ആരെങ്കിലും ചത്തോ? അല്ലെങ്കിൽ ആരെങ്കിലും തുണിയിലാണ്ട് ഇവിടെ നിക്കണണ്ട? ഇല്ല. നിന്റെ ഒക്കെ ആരെങ്കിലും ഇവിടെ ചത്തോ? അയ്യോ, അതെന്തായിരുന്നത്? ആരാ അത്രയും വലിയൊരു ഹോയ് വിട്ടത്? എന്തിനാടാ കൂവി വിളിക്കുന്നത്? നിന്റെ ആരെങ്കിലും ചത്തോ? അതെവിടെ ആരെങ്കിലും തുണിയിലാണ്ട് നിക്കണ്ടോ? ചെലപ്പോ. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. ഇത് ആരുടെയാണ് ഇതൊക്കെ? എന്റെ കാശ്, എന്റെ കോട്ടക, എന്റെ ഫോട്ടോ. നിനക്കൊക്കെ കൂവി തെളിയാൻ വേണ്ടിട്ടല്ല ഇതൊക്കെ ഉണ്ടാക്കിട്ടേക്കുന്നത്. നാട്ടുകാർക്ക് ഇച്ചിരി കലാബോധം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. നാട്ടുകാർക്ക് ഇച്ചിരി കലാബോധം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ല അല്ലേ? നാട്ടുകാർക്ക് ഇച്ചിരി കലാബോധം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ? അത് കൊള്ളാം. കൈയടി, പ്രോത്സാഹിപ്പിക്കും. നീയൊക്കെ ഇതിൻ്റെ അകത്ത് കയറാൻ തരുന്ന നക്കാപ്പിച്ച കാശ് എന്റെ വീട്ടില് പശുക്കൾക്ക് പിണ്ണാക്ക് വാങ്ങിക്കാൻ തികയില്ല. കറക്റ്റ് കോളേജിനെ ചൂണ്ടിയാണ് പറഞ്ഞത്. ഇനി മേലിൽ ഇത് ആവർത്തിച്ച ഞാൻ ഇതെല്ലാം കൂടെ കൂടി ഇടിച്ചു പൊളിച്ച് തീയിടും. ഓക്കെ? മേലിൽ ഇത് ആവർത്തിച്ച ഞാൻ ഇതെല്ലാം കൂടെ കൂടി ഇടിച്ചു പൊളിച്ച് തീയിടും. പിന്നെ നീയൊക്കെ കൂവി തെളിയാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഉണ്ടാവില്ല. പിന്നെ നീയൊക്കെ എവിടെ പോയിരുന്നു കൂവും എന്ന് എനിക്കൊന്ന് കാണണം. നീയൊക്കെ പിന്നെ എവിടെ പോയിരുന്നു കൂവുമെന്ന് എനിക്ക് കാണണം. അവിടെ ചെന്ന് ഇങ്ങനെ പറയോ? ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കടോ. ബഹുമാനിക്കാൻ ഓക്കെ. എന്റെ അമ്മോ, കൈയടിച്ചോ. അപ്പൊ അടുത്ത അഭിനേതാവിനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ആരാണവൻ? അനന്തു. എവിടെ? കയ്യും കിട്ടിയതാണ് അനന്തുവിനെ സ്വാഗതം ചെയ്യുന്നത്. അനന്തു എന്താ ഫുൾ നെയിം? അനന്തു റജി. ഓക്കെ, 3, 2, 1 ആക്ഷൻ. എന്തിനാടാ കൂകി വിളിക്കുന്നത്? ഇവിടെ ആരെയും തുണിയില്ലാതെ നിൽക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു പാതാളക്കരണ്ടി ആണല്ലോ ദൈവമേ നീ എനിക്ക് വേണ്ടി കണ്ടുവച്ചിരുന്നു. എന്തിനാടാ ഇവിടെ കിടന്ന് കൂകി വിളിക്കുന്നത്? ഇവിടെ ആരെയും ചത്തോ? ഇല്ല തുണിയില്ലാതെ നിൽക്കുന്നുണ്ടോ? ഉണ്ടോ? അല്ല, അതില്ല. അത് ഞാൻ ചോദിച്ചത്. പറ. കുറെ നാളെ ഇതൊക്കെ തുടങ്ങിയിട്ട് ഇന്ന് രണ്ടിലൊന്നും അറിയണം. എന്റെ ഫോട്ടോ, എന്റെ കൊട്ടക, എന്റെ കാശ്. നിനക്കൊക്കെ കൂവി തെളിയാനുള്ള സ്ഥലമല്ല ഇത്. നിനക്ക് കൂവി തെളിയാനല്ല ഇതൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അതാണ്. എടാ, നീ എന്റെ എക്കുവാണ്. നീയൊക്കെ ഇതിനകത്ത് കയറാൻ തരുന്ന നക്കപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണ്ണാക്ക് പോലും മേടിക്കാൻ തികയുന്നില്ല. ഇത് വാർത്ത വായിക്കാണോ? അല്ല. നാട്ടുകാർക്ക് ഇച്ചിരി കലാബോധം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇതൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത്. ഇത് പ്രസംഗമാണ്. നാട്ടുകാർക്ക് ഇച്ചിരി കലാബോധം ഉണ്ടായിക്കോട്ടെ എന്ന് സമ്മതിക്കില്ല അല്ലേ? മേലിൽ ഇത് ആവർത്തിച്ചാൽ ഇതൊക്കെ ഞാൻ ഇടിച്ചു പൊളിച്ച് കത്തിച്ച് തീയിടും. കത്തിച്ചിട്ട് തീയിടുള്ളൂ. ഇതെല്ലാം തീയിടും. അത്രേ ഉള്ളൂ. മേലിൽ ഇത് ആവർത്തിച്ചാൽ ഇതൊക്കെ ഇടിച്ചു പൊളിച്ച് ഞാൻ തീയിടും. വെറുതെ അത് ഇതൊന്നും പറയണ്ട കേട്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. പിന്നെ നീ എവിടെയൊക്കെ പോയിരുന്ന് കൂകുമെന്ന് എനിക്കൊന്ന് കാണണം. അവന്മാർക്ക് നാട് നീളം കയറി ഇറങ്ങി കൂവലല്ല ജോലി. ആകെ ഒരു സിനിമ കൊട്ടൊക്കെ ഉള്ളൂ. പിന്നെ നീയൊക്കെ എവിടെ പോയിരുന്ന് കൂവും എന്ന് എനിക്ക് കാണണം. എന്നിട്ട് പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കാം. പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കാൻ ബഹുമാനിക്കുന്നു. അത് ഇച്ചിരി പുച്ഛം വരാം. ആ കൊച്ചു തലയിറങ്ങി വീഴും. നീ പറയണ കേട്ട് അവക്ക് അവിടെ അമ്നീഷ്യ. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കും. നല്ലൊരു കൈയടിയോടുകൂടി അനന്തു. മിനി അടുത്തോട്ട് വരുമോ? മിനിയുടെ എവിടെ സ്ഥലം? ശാസ്താമുകൾ. ഡയലോഗ് അറിയോ? പിന്നെ സദ്യ ഉണ്ടോ വന്നോ? എന്ത് പറ്റി? നല്ല ഡയലോഗ് അല്ലേ? സിനിമ കണ്ടോ? ജനിച്ചപ്പോ തുടങ്ങി മൂളിയിട്ടേ ഉള്ളൂ, സംസാരിച്ചിട്ടില്ലേ? 3, 2, 1 ആക്ഷൻ. എന്തിനാണ് നീ ഇവിടെ കിടന്ന് കൂണത്? നിന്റെ ആരെങ്കിലും ചത്തോ? മതിയോ? ഞാൻ എന്തിനിവിടെ വന്നത്? എന്തിനാണ് നീ ഇവിടെ കിടന്ന് കൂണത്? നിങ്ങളുടെ ആരെങ്കിലും ചത്തോ? അതിവിടെ ആരെങ്കിലും തുണിയില്ലാതെ നിപ്പുണ്ടോ? കൊറേ നാളായി തുടങ്ങിട്ട് ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. അതൊന്നാ? എന്നാ രണ്ടിലൊന്നും അറിയണം. കൊറേ നാളായി തുടങ്ങിട്ട് ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. ഞാൻ പോട്ടെ. എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ. നിനക്കൊക്കെ കൂവി തെളിയാൻ വേണ്ടില്ല ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട്. പറയൂ. പഠിക്കാനോ? തിയേറ്ററോ? നീയൊക്കെ ഇതിൽ കേറാൻ തരുന്ന നക്കാപ്പിശാശോ? നീയൊക്കെ ഇതിൽ കേറാൻ തരുന്ന നക്കാപ്പിച്ച കാശ് എന്റെ പശുക്കൾക്ക് പിണ്ണാക്ക് മേടിക്കാൻ പോലും തികയില്ല. എത്ര പശുവുണ്ട്? പശുവില്ല. ഇല്ലല്ലേ? നാട്ടുകാർക്ക് കുറച്ച് ഉപയോഗം ഉണ്ടായിക്കോട്ടെ എന്ന്. ആശുപത്രിയല്ല. നാട്ടുകാർക്ക് കുറച്ച് കലാബോധം ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ പണിതിട്ടേക്കണത്.
നാട്ടുകാർക്ക് കുറച്ച് കലാബോധം ഉണ്ടായിക്കോട്ടെ എന്ന് ഓർത്താൽ സമ്മതിക്കില്ലല്ലേ? മേലിൽ ഇത് ആവർത്തിച്ചാൽ എന്ത് ചെയ്യും? ഞാൻ ഇതൊക്കെ ഇടിച്ചു പൊളിച്ച് കളയും. അല്ല, തീയിടും. എന്നിട്ട് അതിന്റെ മോളിൽ കയറിയിരുന്ന് ഞാൻ സദ്യ ഉണ്ണും. ഇടയ്ക്കിടെ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് നോക്കുന്നുണ്ടല്ലോ. ഇത് പൊളിക്കാൻ കുറെ ടൈം എടുക്കും കേട്ടോ. മേലിൽ ഇത് ആവർത്തിച്ചാൽ ഞാൻ ഇത് ഇടിച്ചു പൊളിച്ച് തീയിടും. എന്നിട്ട് നീയൊക്കെ എവിടെ പോയി കൂന്ന് എനിക്കൊന്ന് കാണണം. അതാണ്. കൈയെടുക്കടാ. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കും. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കടോ. ഇതിപ്പോ പറഞ്ഞു പറഞ്ഞ് എനിക്ക് ശീലമായത്. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കടോ. ബഹുമാനിക്കാൻ ശീലിക്കും. പേരെന്നോട് പറയും. മിനി. മിനിനെ അവിടെ അഭിനയിച്ചോളൂ അല്ലേ? ഫുൾ പവർ സ്ട്രെങ്ത് ആയില്ലേ? ഓക്കെ, അപ്പൊ നല്ലൊരു കൈ കൊടുക്കും മിനിക്ക്. അങ്ങനെ മൈ ജി ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് സീസൺ 2 ഈ ഒരു എപ്പിസോഡിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി ഒരു ചടങ്ങും കൂടി ബാക്കിയുണ്ട്. അതായത് ബെസ്റ്റ് പെർഫോമർ, നിങ്ങളിൽ ബെസ്റ്റ് പെർഫോമറെ കണ്ടെത്താനുള്ള ഒരു ചടങ്ങാണ്. ആരാണ് ബെസ്റ്റ് പെർഫോമർ? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, സ്വാഗതം ചെയ്യാൻ സഞ്ജു. ഇന്നത്തെ ബെസ്റ്റ് പെർഫോമറിനുള്ള സമ്മാനം ഇന്ന് സഞ്ജു ആണ് നേടുന്നത്. സഞ്ജു, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്. കഷ്ടപ്പെട്ടതിന് ഫലം ഉണ്ടായില്ലേ? പിന്നെ അപ്പൊ തുടർന്നും ഇതുപോലെ അടിപൊളിയായിട്ട് സംഭവങ്ങളൊക്കെ ചെയ്യുക. അഭിനയിക്കാൻ കിട്ടുന്ന ചാൻസ് ഒന്നും വിടരുത്. വിടില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. യെസ്. അപ്പൊ മൈജി തരുന്ന ഈ ഒരു സ്മാർട്ട് വാച്ച് ഞാൻ കൈമാറുകയാണ്. മതി, അത്ര മതിയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ്. താങ്ക് യു. വീണ്ടും കാണാം. മൈജി മഹാ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി ഇപ്പോൾ കേരളത്തിൽ ഉടനീളം. അപ്പോൾ ഒട്ടും വൈകണ്ട, നിങ്ങളുടെ നിയറസ്റ്റ് മൈജി ഷോറൂമിൽ ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യൂ. നിങ്ങൾ വിസിറ്റ് ചെയ്യൂലേ? ഉറപ്പാണോ? യെസ്. അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത എപ്പിസോഡിൽ കിടിലൻ പിള്ളേരും കിടിലൻ അഭിനയ പെർഫോമൻസുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. സോ അണ്ടിൽ ദെൻ, ടേക്ക് കെയർ, ബൈ ബൈ. Thank you.